ഞാൻ രാജലക്ഷ്മി പിള്ളை, കൊച്ചി ഇഗ്നുവിൻ്റെ കേന്ദ്രത്തിൽ നിന്ന്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് BHIC 132-ൻ്റെ യൂണിറ്റ് 1 and 2 ട്രൈ ചെയ്യും. 1 തീർന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ യൂണിറ്റ് 1 വരുന്നത് ഗുപ്ത രാജാക്കന്മാരുടെ ഉത്ഭവം, അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് എന്തായിരുന്നു. നോർത്ത് ഇന്ത്യയിലും നോർത്ത് വെസ്റ്റിലും അതേമാതിരി സെൻട്രൽ ഇന്ത്യയിലും ഡെക്കാണിലും ഇവരുടെ ഉത്ഭവത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. പക്ഷെ എങ്കിലും ആ കാലഘട്ടത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള രാജാക്കന്മാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു, അതിനുശേഷം വരുന്നത് ഗുപ്ത രാജാക്കന്മാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണം ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു, അവരെങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതിനുശേഷം അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും അതിൻ്റെ പരിണാമങ്ങളും, എങ്ങനെയാണ് ഈ ഗുപ്തൻ സാമ്രാജ്യം താഴ്ന്നു പോകുന്നത്, ഇതിന് ശേഷമാണ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പരാമർശിക്കാൻ പോകുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് അവരുടെ എക്കോണമിയും കൾച്ചറും അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇതിങ്ങനെ പോയി, അവർക്ക് ശേഷം എന്തായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. 4ാമത്തെ യുഗത്തിൽ നടന്നതാണ് ഈ ഗുപ്തൻ ഡൈനാസ്റ്റിന്റെ ഒരു ഉത്ഭവം. എങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ കൂടെയും റിലേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ രാജാവിൻ്റെയും അവരുടെ രാജ്യത്തിന്റെ വിസ്തീർണം കൂട്ടിയെടുക്കുക, കൺസോളിഡേറ്റ് ചെയ്തെടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഫേമസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത, ഇവരാണ് ഈ ഗുപ്തൻ ഡൈനാസ്റ്റിയിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള രാജാക്കന്മാർ. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പരാമർശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് മൗര്യൻ ടൈമിന് ശേഷം ഇവിടെ കുഷാന ആൻഡ് ശതവാഹന എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഡെക്കാണില് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരണത്തിൽ തന്നെ ഇവരുടെ 4ാമത്തെ സെഞ്ചുറി വരെ വന്നു പോകുന്നുണ്ട്. അതിനുശേഷം ഈ രാജാക്കന്മാര് വളരെ വീക്കായി വരുന്നു. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ശതവാഹന വളരെ 3ാമത്തെ സെഞ്ചുറി ആകുമ്പോൾ തന്നെ അത് നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പൊളിറ്റിക്കൽ വാക്വമാണ് വരുന്നത്, ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ചെറിയ രാജാക്കന്മാര്, മൈനർ ആയിട്ടുള്ള രാജാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെ വന്ന് കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് ഈ ഗുപ്തൻ ഡൈനാസ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ പവർഫുൾ ആയിട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ഇവരുടെ അടുത്ത കാലഘട്ടങ്ങളിൽ, അതായത് അവര് ബാക്കിയുള്ള 3ാമത്തെ സെഞ്ചുറിയിൽ സസാനിൻസ് എന്ന് പറഞ്ഞിട്ട് ഇറാനിൽ സെറ്റിലായവരും അതേമാതിരി തന്നെ കുഷാൻ കിങ്സും അവര് പിടിച്ചടക്കാൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ എക്സ്പാൻഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വിസ്തീർണം, അവരുടെ രാജ്യത്തിന്റെ വിസ്തീർണം കൂട്ടി വരുമ്പോൾ അത് സസാനിയൻ ഗ്രൂപ്പുകാരുടേത് സിന്ധ് വരെ ഉണ്ട്, സിന്ധിന്റെ ഭാഗങ്ങളും. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഈ ഇവരുടെ ഏരിയകള് പിടിച്ചടക്കുകയും, ഇതിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ കോയിൻസ് ഉണ്ടായിരുന്നു. കുഷാന്റെ ടൈമിലുള്ള കോയിൻസ്, അതായത് നാണയത്തുട്ടുകൾ, അതിനെ ഗോൾഡിലും സിൽവറിലൊക്കെ നാണയത്തുട്ടുകളുണ്ട്. അപ്പൊ അവരുടെ രാജാവിനെ പറ്റിയും അവരുടെ രാജ്യങ്ങളിലുള്ള ഏരിയനെ പറ്റിയും ഒക്കെ ഇത് നമുക്ക് കിട്ടുന്നത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഏരിയ, പഞ്ചാബ് ഏരിയയിൽ നിന്നാണ്. ആ നാണയത്തുട്ടുകളിൽ വഴി, കോയിനേജ് വഴി നമ്മൾ ഇവരെ പറ്റി മനസ്സിലാക്കുന്നു. ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കിദാര കുഷാന എന്ന് പറഞ്ഞ രാജാവും അങ്ങയുടെ സക്സസേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളെ പറ്റിയും അഫ്ഗാനിസ്ഥാനിലും കാശ്മീരിലും വെസ്റ്റേൺ പഞ്ചാബിലും ഇവരെ പറ്റിയും അവരുടെ കണ്ടംപററി ആയിട്ടുള്ള രാജാക്കന്മാരെ പറ്റിയും അവരെയാണ് നമ്മൾ ആദ്യകാല ഗുപ്ത രാജാക്കന്മാരെന്ന് സംബോധന ചെയ്യുന്നത്. ഇതിനുശേഷം ഇത് കുറച്ചായിട്ട് ഭാഗങ്ങളായിട്ട് എക്സ്പാൻഷൻ തുടങ്ങി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സിലൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ഓരോ സ്റ്റേറ്റിലും അവരുടേതായ ചെറിയ രാജാവ്, ആ രാജാവിനെ സഹായിക്കുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ
ചീഫ് എന്ന് പറയാം, ആ ഒരു ഏരിയയിലുള്ള ചീഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ക്ലാനിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ രൂപത്തിൽ അതിനെയാണ് നമ്മൾ ക്ലാൻ എന്ന് പറയാ. അപ്പൊ ആ ക്ലാൻ എന്നുള്ള രൂപത്തിൽ അവര് ക്ലെയിം ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ നോക്കി രാജാവിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ മെഡ്രാസിൽ തന്നെയും സമുദ്രഗുപ്തയുടെ പീരീഡില് ഗുപ്ത റൂളറിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പായിട്ടാണ് ഗുപ്തന്മാരുടെ സാമ്രാജ്യം ഗുപ്തൻ റെക്കോർഡിലും നമ്മൾക്ക് കാണുന്നത്. കൂടാതെ വളരെ വ്യത്യാസമായ ബ്രാഞ്ചസ് ഉണ്ട്. അതായത് മധുരയിൽ ഉണ്ടായിരുന്ന നാഗാസ് ഒരു ഗ്രൂപ്പ്, അവര് വളരെ പവർഫുൾ ആയിരുന്നു മധുരയില്. പിന്നെ അവരുടെ ഡിക്ലൈൻ, ഈ കുഷാൻ പവർ കുറഞ്ഞതിന് ശേഷം ഇവര് കുറച്ചുകൂടെ ബലവത്തായി വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സമുദ്രഗുപ്തനെ ഇവര് കീഴടക്കുന്നു അല്ലെങ്കിൽ അടിമപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വെസ്റ്റേൺ സൈഡിലും അല്ലെങ്കിൽ സെൻട്രൽ സൈഡിലും നമ്മുടെ കാലഘട്ടത്തിൽ ഈ സെഞ്ചുറിയില് അവിടെ പോസ്റ്റ് മൗര്യൻ പീരീഡാണ്. അതിന് ഈ സ്കന്ദ രാഷ്ട്രകൂട എന്നുള്ള പറയാം. 3004 സെഞ്ചുറി, മൂന്നാമത്തെ സെഞ്ചുറിയില് ഇത് റൂളേഴ്സ് തുടങ്ങിയപ്പോ ക്ഷത്രപ എന്നുള്ള ഒരു രാജാവും 4ാം സെഞ്ചുറി വരെ പോകുന്നുണ്ട്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഗുപ്ത റൂളർ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടം വരെ ഈ ഏരിയകളൊക്കെ പിടിച്ചടക്കി അവര് വലുതാക്കി കൊണ്ടുവരുന്നു. ഇനി ഇതില് ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്നത് നമുക്ക് പറയുന്നത് വിദർഭ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആണ് നോർത്ത് ഈസ്റ്റ് മഹാരാഷ്ട്രയിലാണ്. അവരുടെ സെഞ്ചുറി, 3ാമത്തെ സെഞ്ചുറിയിൽ അല്ലെങ്കിൽ യുഗത്തിൽ കാലഘട്ടത്തിൽ അവരുടെ പവർ അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വടക്കാസ് എന്ന് പറഞ്ഞവര് ഒരു വേറൊരു ലെവൽ റൂളേഴ്സ് ആണ്, വിദ്യാസാഖി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരും പതുക്കെ ഓരോ ബ്രാഞ്ച് ഇങ്ങനെ വലുതായി വരികയും വാസ്തുഗാല ബേസിൻ അക്കോല ഡിസ്ട്രിക്റ്റിന്റെ അവിടെ വരുന്നു. അപ്പൊ ഈ വടക്ക ഫാമിലി അല്ലെങ്കിൽ വടക്ക ആൾക്കാര് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഗുപ്തൻ ഡൈനാസ്റ്റി ആയിട്ട് ക്ലോസ് ആയിട്ട്, നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ രാജാക്കന്മാർക്കും 3 വിധത്തിലുള്ള അവരുടെ നെയ്ബേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രം വലുതാക്കി എടുക്കാൻ പറ്റും. ആദ്യത്തെ പകരം മാട്രിമോണിയൽ അലയൻസ് വഴിയാണ്, വിവാഹ ബന്ധങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് അവര് ബന്ധുക്കളാവുന്നു ആദ്യത്തേത്. രണ്ടാമത്തത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ. മൂന്നാമത്തതാണ് വാർ അല്ലെങ്കിൽ പിടിച്ചടക്കപ്പെടുക അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ നമ്മളുടെ സബോർഡിനേറ്റ് ആക്കുക. ഇതാണ് സാധാരണ ലെവലിൽ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, അവരുടെ രാജ്യം വലുതാക്കി എടുക്കാനുള്ള ടെക്നിക്ക്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നപ്പോ ഇവിടെ മാട്രിമോണിയൽ വടക്ക ഫാമിലി ആയിട്ടുള്ള ഗുപ്താസും മാട്രിമോണിയൽ അലയൻസ് ആകുമ്പോൾ ബന്ധുക്കളായി, ബന്ധുജനം കൂട്ടുന്നു. ബന്ധുജനം കൂട്ടിയാൽ അവർക്ക് ഒരു യുദ്ധം വരികയാണെങ്കിൽ ഈ ബന്ധുക്കൾ വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ബന്ധുജനം വേണം എന്നുള്ളത് കൊണ്ട് ഇവര് മാട്രിമോണിയൽ അലയൻസസിലേക്ക് പോകുന്നു. ഇനി ഡെക്കാൻ ഏരിയയിലും സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഡെക്കാൻ ഏരിയയിലും അപ്പൊ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശത്തിലെ ഇഷ്കവാന്നും സൽക്കനിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. കർണാടകയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കർണാടകയിലെ സൗത്ത് ഇന്ത്യയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കടംബകാസ് എന്ന് പറയും. അപ്പൊ തെലുങ്കാന ഡിസ്ട്രിക്റ്റില് ഇവർ ഈ കടംബക പവറിൽ വരുമ്പോഴത്തേക്കും ബ്രാഹ്മിൻ മയൂര സാമൻ പറയുന്നുണ്ട്, അങ്ങയുടെ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നു, വളരെ എക്സ്റ്റൻഷൻ ചെയ്ത് കൊണ്ടുവരുന്നു. ഈ പല്ലവ, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ പറയുമ്പോൾ പാണ്ഡ്യൻ, പല്ലവ, ചേരാസ് എന്നുള്ള ഫാമിലീസ് തമിഴ് റൂളേഴ്സ് ആണ്. പല്ലവാസ് തമിഴ് റൂളേഴ്സ് ആണ്. വളരെ ഡോമിനന്റ് ആയിട്ട് തമിഴ്നാട്ടിലുള്ള ഡോമിനന്റ് അല്ലെങ്കിൽ അവരുടെ പവർ കൂടുതലാണ് പല്ലവാസ് മുഴുവനും ആ കാലഘട്ടങ്ങളിൽ അവരുടെ ഇൻസ്ക്രിപ്ഷൻസും അതേമാതിരി അവരുടെ റൂളേഴ്സിന്റെ ലാംഗ്വേജ് അവര് വിസ്തീർണം കൂട്ടിക്കൊണ്ടിരുന്നു. പിന്നെ മാത്രമല്ല അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവര് പ്രക്കേത്ത് എന്ന് പറഞ്ഞിട്ട്, അതായത് ജൈനമതം ബുദ്ധമതം കാലഘട്ടമാണ് ഇത്. അവിടെ പ്രക്കേത്ത് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉപയോഗിക്കുകയും ആ ലാംഗ്വേജ് അതുവഴി കോപ്പർ പ്ലേറ്റിൽ നടക്കുന്ന സംഭവങ്ങൾ എഴുതി ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് 2250 350 സെഞ്ചുറിയിലാണ്.
അപ്പൊ ശിവസ്കന്ദമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഈ കാലഘട്ടത്തിൽ രാജാവായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്ധ്ര ഭാഗം, കർണാടക ഭാഗം, തമിഴ്നാട് ഭാഗമൊക്കെ അവര് പിടിച്ചടക്കി അവരുടെ കീഴിൽ കൊണ്ടുവരുന്നു. അതേമാതിരി കാഞ്ചീപുരം, ഇപ്പോഴത്തെ കാഞ്ചീപുരം അല്ലെങ്കിൽ പഴയ കാലത്ത് അതിനെ കാഞ്ചി എന്ന് പറയും, ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്റ്റില്, അതും ഇവരുടെ ക്യാപിറ്റലാണ്, പല്ലവാസിന്റെ ക്യാപിറ്റലാണ്. കല്ലെല്ലാം ശില ചെയ്താൻ പല്ലവ രാജ എന്നാ പറയാ. എന്ത് കല്ല് കണ്ടാലും അതിനെ ഒരു ശിലയാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു അതിൽ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൊത്തുപണി, കൽക്കൊത്തുപണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പല്ലവാസിന്റെ സാമ്രാജ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആയിട്ട് വരുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ കാഞ്ചീപുരമാണ്. അപ്പോ ഈ കാഞ്ചീപുരത്തിലും ഇവരുടെ പല്ലവാസിന്റെ ക്യാപിറ്റൽ ആയിരുന്ന സമയത്ത് ഗുപ്ത റൂളർ, ഗുപ്തന്റെ രാജാവ് സമുദ്രഗുപ്ത അവിടേക്ക് ഒരു ആർമീനെ കൊണ്ടുവരികയും അപ്പോ ആ പല്ലവ രാജാവുമായിട്ട് വിശ്വമിക് ഗോവ എന്നാണ് അങ്ങേരുടെ പേര്, അവിടെ കാഞ്ചിയിൽ വെച്ച് വാറ് നടക്കുകയും എന്നിട്ട് ഇവര് തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവസാനം അത് അവര് അടക്കി ഭരിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ബംഗാൾ, ഫോറസ്റ്റ്, ഒറീസ, മധ്യപ്രദേശ്, നെയ്ബർഹുഡ്, സെൻട്രൽ ഡെക്കാൻ പാർട്ടില് എല്ലാം ഒന്നൊന്നായിട്ട് അവര് ഗുപ്താസ് പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവരപ്പൊ വിസ്തീർണം കൂടും, രാജ്യത്തിന്റെ വിസ്തീർണം കൂടും. ഈ രാജ്യത്തിന്റെ വിസ്തീർണം കൂടുമ്പോൾ അവരുടെ രാജാക്കന്മാരുടെ പവറും കൂടും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗുപ്തയിൽ പറയാൻ പറ്റുന്നത് ശതവാഹന ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ശിവഗുപ്ത എന്നാണ്. ശതവാഹന ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ കോപ്പർ പ്ലേറ്റിൽ എഴുതുക എന്നുള്ളതാണ്. ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ശിവഗുപ്ത എന്നാണ്. അപ്പൊ ഈ ശിവഗുപ്തയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൂരത്തോളം അവർ വന്നിട്ടുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ബംഗാളിലും, നോർത്ത് ഇന്ത്യയിൽ ബംഗാളിലും, മഗധയിലും, ബീഹാറിലും, ഉത്തർപ്രദേശിലും ഒക്കെ ഇവരുടെ സാമ്രാജ്യങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ഗുപ്തൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗുപ്തൻ ഡൈനാസ്റ്റിന്റെ പ്രാരംഭം അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം എക്സ്പാൻഷൻ ആവുന്നു. ഇതിനെപ്പറ്റി നമ്മൾക്ക് അലഹബാദ് ഇൻസ്ക്രിപ്ഷനിലും ഇതിനെപ്പറ്റി സമുദ്രഗുപ്തനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ കോയിൻസിൽ, ഏതേത് കോയിൻസിൽ കണ്ടിട്ടുള്ളോ, ഹോർഡിങ്സിലൊക്കെ നമുക്ക് ഇവരെ ഗുപ്തനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ പുരാണാസിലും ഈ ഗുപ്തൻ ടെറിട്ടറി അല്ലെങ്കിൽ ഗുപ്തന്റെ രാജാവിന്റെ വിസ്തീർണത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ സെഞ്ചുറി വരുമ്പോഴത്തേക്കും അവര് ഒരുമാതിരി വലിയ വിധത്തില് ബ്രാഞ്ച് ആയി കഴിഞ്ഞു. കുഷാന റൂളിംഗ് ഡൈനാസ്റ്റിയിൽ അവര് വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്നു. മാത്രമല്ല അവര് 4ാമത്തെ സെഞ്ചുറി വരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പോകുന്നത് ശ്രീഗുപ്ത രാജാവാണ് ആദ്യത്തെ രാജാവ്. ചെങ്കോട്ടച്ച എന്നാണ് അടുത്തതിനെ പറയുന്നത്. പക്ഷെ ചന്ദ്രഗുപ്ത ആദ്യത്തെ ചന്ദ്രഗുപ്ത 1ന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജാവാണ്. അല്ലെങ്കിൽ അങ്ങേര് സ്വയമേ ഒരു പേര് അഡോപ്റ്റ് ചെയ്യാണ്, മഹാരാജാതിരാജ. മഹാരാജാതിരാജ, മഹാ എന്ന് വെച്ചാൽ ഗ്രേറ്റ്, രാജാതിരാജ എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ രാജാവ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇവിടെ പറയാറില്ലേ സൂപ്പർ മാർക്കറ്റ്, ലൂലു മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അതുമാതിരി ഈ മഹാ ചേർക്കുമ്പോഴത്തേക്കും രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള ലെവലാണ് അവിടെ. സ്വയമേ ചന്ദ്രഗുപ്ത ആ ടൈറ്റില് അല്ലെങ്കിൽ ആ പേരിനെ സ്വയം വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ വിശേഷിപ്പിച്ച് മഗധ വന്നു. അവിടെ മാട്രിമോണിയൽ അലയൻസ് വഴി ലിച്ചാബീസ് എന്ന ഒരു ഗ്രൂപ്പാണ് മഗധയില്, അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം വരികയും അവിടത്തെ അവരുമായിട്ടുള്ള സംസർഗം കാരണം അതിന്റെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഒരു കോയിൻ, അതായത് ഈ നാണയത്തുട്ടുകൾ ഉണ്ടാക്കുന്നു. അവിടുത്തെ ചന്ദ്രഗുപ്തയുടെ ക്വീനായ കുമാരദേവിന്റെ പേരിലും ചന്ദ്രഗുപ്തയുടെ പേരിലും ലിച്ചാവിയുടെ ഒരു സൈഡ് ഇങ്ങനെ ഗോൾഡ് കോയിന് അല്ലെങ്കിൽ അതിന്റെ ആ ബന്ധത്തിനെ ദൃഢമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ അടിയറയിട്ട് ഉറപ്പിക്കാനായിട്ട് ഗോൾഡ് കോയിൻ ഉണ്ടാക്കുന്നു. ഈ ഗോൾഡ് കോയിൻ വരുമ്പോഴത്തേക്കും ഓരോ ഗോൾഡ് കോയിനും അവരുടെ വെയിറ്റ് സിസ്റ്റത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ രാജാക്കന്മാരുടെ പവർ
എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതുവഴി നമ്മൾ പരാമർശിക്കുന്നതിന്റെ അർത്ഥം. ഇത് കൂടാണ്ട് അവര് ബാക്കിയുള്ള രാജ്യങ്ങള് നെയ്ബർഹുഡായ ചന്ദ്രഗുപ്തയുടെ രാജ്യങ്ങളായ ബീഹാറും ബംഗാളും ഉത്തർപ്രദേശും ഒക്കെ കോൺകേർഡ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചടക്കി കൊണ്ടുവരികയാണ്. ഇതില് പുതിയതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 3220 സെഞ്ചുറിയില് ഒരു ഒരു പുതിയതായിട്ടുള്ള ഒരു യുഗം അല്ലെങ്കിൽ ഇറ ഗുപ്തൻ സമ്മവാദ എന്ന് പറയും. അപ്പൊ അവിടെ ചന്ദ്രഗുപ്ത പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മഹാരാജാതിരാജ എന്നുള്ള ആ ക്രെഡിറ്റിനെ കൊണ്ടുവരുമ്പോൾ അവിടെ തന്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയാണ്. ആ സ്ഥാപിച്ചെടുത്തതിന് ശേഷം അങ്ങയുടെ മകനായ സമുദ്രഗുപ്തയാണ് അടുത്തതായിട്ട് ചന്ദ്രഗുപ്തയുടെ മകനായ സമുദ്രഗുപ്ത രാജ്യഭാരം ഏറ്റെടുക്കുന്നു. അച്ഛന്റെ ശേഷം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ രാജാതിരാജൻ വന്നത്. അപ്പൊ ഒരു യുഗം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ടൈറ്റിൽ പ്രകാരം. പിന്നെ എന്ത് പറ്റും? രാജാവിന്റെ മകൻ അടുത്ത രാജാവ്. അപ്പൊ അങ്ങേര് സ്ഥാനം ഭരണാധികാരിയായി ഏറ്റെടുക്കുകയും ചെയ്തതാണ് സമുദ്രഗുപ്ത. ഈ സമുദ്രഗുപ്തനെ പറ്റി പരാമർശിച്ചതിൽ നമ്മളുടെ അശോകൻ പില്ലർ അലഹാബാദിലുള്ള പ്രഖ്യാത പ്രശസ്തി, അതായത് വെച്ചാല് ഇതിനെപ്പറ്റി സമുദ്രഗുപ്തനെ പറ്റിയുള്ള അങ്ങേരുടെ നാട്ടുനടപ്പ്, അങ്ങേരുടെ ഏതൊക്കെ സ്ഥലങ്ങൾ പിടിച്ചടക്കുന്നു. ഹരിസേന എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ ഉണ്ട്. ആ ഹരിസേന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സ്ഥാപിച്ചിട്ടുള്ള മനുഷ്യൻ 33 ലൈൻസിലെ ഈ പില്ലറില് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഈ പില്ലറിൽ എഴുതിയിട്ടുള്ളത് എന്താ വെച്ചാൽ അതിൽ പരാമർശിച്ചിട്ടുള്ളത് മഹാരാജരാജന്റെ മകൻ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രഗുപ്ത മഹാരാജാതിരാജ ചന്ദ്രഗുപ്ത ഫസ്റ്റിന്റെ മകനായ സമുദ്രഗുപ്തയാണ് അടുത്ത തലമുറ ലീഡ് ചെയ്യുന്ന രാജാവ് എന്നുള്ളത് അതിലാണ് എൻക്രേവ് ചെയ്യില്ല അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള നമുക്ക് അറിയാവുന്നത് ഇത് തമ്മിൽ പലർക്കും അതിനെപ്പറ്റി രാജാക്കന്മാരല്ലേ, അവർക്ക് വേറെ പ്രിൻസസും ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥാപിച്ചെടുക്കുമ്പോൾ അവിടെ പരസ്പരം ഉള്ള വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ പരസ്പരം വിഷമങ്ങൾ, ചിലർക്ക് രാജാവാവണം, അടുത്ത രാജാവാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഏത് മകനെയാണോ രാജാവ് തന്റെ പിൻഗാമി എന്ന് സ്ഥാപിക്കുന്നതും അത് എഴുതി ദൃഢപ്പെടുത്തി വരുന്നതുകൊണ്ടും അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഇതില് നമ്മൾ അറിയാവുന്നത് കച്ച എന്നൊരു നെയിം വരുന്നുണ്ട്. കച്ച. ആ കച്ചാല് വരുമ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അതിന്റെ കാര്യം എന്താ വെച്ചാല് പല വിധത്തിലും ഈ കച്ച കോയിൻസില് സമുദ്രഗുപ്തനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. മേ ബി അല്ലെങ്കിൽ ചിലപ്പോൾ കച്ച എന്നുള്ളത് ഗുപ്ത രാജാക്കന്മാരുടെ ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ വേറൊരു പരാമർശം എന്താന്ന് വെച്ചാൽ ഈ സമുദ്രഗുപ്തയുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിബിളിങ്സ് പരസ്പരം തല്ലുപിടിച്ച് രാജാവാകാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. അതില് എൽഡസ്റ്റ് ആയ മൂത്ത മകനായ കച്ചാനെ ത്രോണിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജാവ് മരിക്കുന്ന സമയത്ത് അത് സക്സീഡ് ചെയ്ത് വരുന്ന ഒരു ഭരണം മാറ്റി വരുന്ന ഒരു പരാമർശം. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. പിന്നത്തെ പറയുന്നത് രാജാവിന്റെ സമുദ്രഗുപ്തയുടെ കോയിൻസിലും അങ്ങേരുടെ സമുദ്രഗുപ്ത ഉണ്ടാക്കിയ കോയിൻസിൽ അങ്ങേരുടെ ബ്രദറുടെ മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആണെന്നും പറയപ്പെടുന്നു. മൂന്നാമതായിട്ടുള്ള വരുന്നത് കച്ച എന്നുള്ളത് സമുദ്രഗുപ്തയുടെ ഇനീഷ്യൽ ആണോ, തുടക്കപ്പേരാണോ, കച്ച സമുദ്രഗുപ്ത എന്നാണോ എന്നുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇത് പരാമർശങ്ങൾ പല വിധത്തിൽ വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും പരാമർശിച്ചു പോകുന്നു. പക്ഷെ ഇതിന്റെ ആർഗ്യുമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കച്ച കോയിൻസിനെ പറ്റി ഒരുപാട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സമുദ്രഗുപ്തയുടെ സമയത്ത് ചന്ദ്രഗുപ്തയുടെ കാലശേഷം വരുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവര് എങ്ങനെയാണ് വിസ്തീർണം കൂട്ടിയത്.
സമുദ്രഗുപ്ത എങ്ങനെയാണ് തന്റെ രാജ്യത്തിന്റെ വിസ്തീർണം കൂട്ടുകയും കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റക്കെട്ടിൽ കൊണ്ടുവരികയും ചെയ്ത്. അഗ്രസീവ് പോളിസിയാണ്. കോൺഗസ്റ്റ് അല്ലെങ്കിൽ വാർ നടത്തുക, പെർട്ടിക്കുലർലി സൗത്തിലേക്ക് ഏതേത് രാജാക്കന്മാർക്ക് വാർ നടത്തുക, ആരാണോ എൻ്റെ സുപ്രമസി അല്ലെങ്കിൽ എൻ്റെ ആധിപത്യം സ്വീകരിക്കുന്നത് അവർക്ക് ട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾ എൻ്റെ അടിമ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ട്രിബ്യൂട്ട്സ് കൊടുത്ത് നമ്മൾ ആധിപത്യം സ്ഥാപിക്കപ്പെടുന്നു. അപ്പൊ സ്ഥാപിച്ചപ്പെടുത്തിട്ട്, പക്ഷെ എന്തൊക്കെയായാലും രാജാവിന്റെ കൺട്രോളിലായിരിക്കും, സമുദ്രഗുപ്തയുടെ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഈ പ്രഖ്യാത പ്രശസ്തി എന്ന് പറയുന്ന ഹരിസേന എഴുതിയ പുസ്തകത്തിൽ വന്നിട്ടുള്ള റെക്കോർഡ്. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എവിടെയൊക്കെ ക്യാമ്പയിൻസ്, എവിടേക്കാണ് പോയിട്ടുള്ളത്. ആര്യവർത്ത പറഞ്ഞിട്ടുള്ളത് പല വിധത്തിലും ആര്യവട്ട എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശസ്തി എന്ന് പറഞ്ഞാൽ എടുത്തു പറയാന്നാണ്. ഇതില് എന്താ പറയുന്നത്, സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിൽ 2 വിധത്തിലുള്ള ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ആദ്യത്തെ പ്രശസ്തിയിൽ പറയുന്നത് 3 ആര്യവർത്ത രാജാക്കന്മാരെ അങ്ങേര് എതിർത്തു. അതിലും ആര്യവർത്ത കിങ്സിലെ 9 കിങ്സിന്റെ അടുത്തുള്ള ഒരു അഡ്വാൻറ്റേജ്, സക്സഷൻ, വാർ കഴിഞ്ഞിട്ട് അവരെ തോൽപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ സമുദ്രഗുപ്ത ഡിഫീറ്റ് ചെയ്ത് അച്യുത, നാഗസേന, കോട്ടക്കുലച്ച ഇവരെയൊക്കെ തോൽപ്പിക്കുകയും അവരുടെ രാജ്യങ്ങൾ തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ഹിസ്റ്റോറിയൻസ് എന്താ പറയുന്നത്, അച്യുത ആസ് അച്ചിതത്ര, നാഗസേന ഗ്വാളിയറില്, കോട്ടക്കുലജ, കോട്ട ഫാമിലി പഞ്ചാബിലും ഡൽഹിയിലും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇവരുടെ സമുദ്രഗുപ്തയുടെ രാജ്യം എക്സ്പാൻഡായി, രാജ്യത്തിന്റെ അതിർത്തികൾ എക്സ്പാൻഡായി വരുന്നു. ഇനി അടുത്തതായിട്ട് ഒരു സൗത്ത് ഇന്ത്യയിലേക്കും ഒരു പദങ്ങൾ അല്ലെങ്കിൽ വായിച്ച അങ്ങയുടെ ആധിപത്യം എക്സ്പാൻഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതും പ്രജ്ഞ പ്രശസ്തിയില് 12 റൂളേഴ്സിന്, ദക്ഷിണ പദ എന്ന് പറയുന്നത്, ദക്ഷിണം എന്ന് വെച്ചാൽ ഇന്ത്യ, സൗത്ത് ഇന്ത്യയാണ്. അതില് 12 സ്ഥലങ്ങളിൽ ഇവര് ആധിപത്യം ചെലുത്താൻ നോക്കി, അവരെ കൺട്രോൾ ചെയ്തു. മഹേന്ദ്ര കോസല രാജ്യത്തില്, വിദർഭ രാജ മഹാരാജ കർത്ത മധ്യപ്രദേശില്, മഹേന്ദ്രഗിരി, പിത്തൂരം അതായത് ഗോദാവരി ഡിസ്ട്രിക്റ്റില്, സൗത്ത് ഇന്ത്യയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സമിത കോട്ര ജ്ഞാനം ഡിസ്ട്രിക്റ്റ്. ഇങ്ങനെ പല രാജാക്കന്മാരിൽ കൂടെ ചെറിയ ചെറിയ രാജാക്കന്മാരെയൊക്കെ കീഴ്പ്പെടുത്തുകയും എന്നിട്ട് അവരുടെ എല്ലാം നമ്മളുടെ കുബേര, ഇവര് പറയുന്നത് ഓരോ രാജ്യം കീഴ്പ്പെടുത്തി നോർത്ത് ആർക്കോട്ട് വരെ വന്നിട്ടുണ്ട് തമിഴ്നാട്ടില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നത് ഇവരുടെ സമുദ്രഗുപ്തയുടെ ഫേവറാണ്. ദക്ഷിണപഥ കിങ്സ് എല്ലാരും കൂടെ ഇത്രയും റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ പിടിച്ചടക്കുമ്പോൾ അവരെ ഗ്രഹണ എന്ന് പറയും. ഗ്രഹണം എന്ന് വെച്ചാൽ തന്നെ നമ്മൾ പറയാറില്ലേ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. ഗ്രഹണ മീൻസ് ക്യാപ്ചറിങ്. ആ ക്യാപ്ചറിങ് കഴിഞ്ഞ ശേഷം പിന്നെ അവരെ റിലീസ് ചെയ്യും, മോശ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഓരോ രാജ്യം പിടിച്ചെടുക്കും, അവരുടെ രാജാവിനെ തന്റെ കീഴിൽ കൊണ്ടുവരും. പിന്നെ അവർക്ക് നിങ്ങളുടെ രാജ്യം നിങ്ങൾ ഭരിച്ചോളൂ, പക്ഷെ എൻ്റെ അധികാരത്തിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതിന്റെ. അതായത് എൻ്റെ സാമ്രാജ്യം വലുതാക്കും, ഗുപ്തൻ എംപയർ വലുതാക്കി എടുക്കുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലുള്ള പല രാജാക്കന്മാരെയും സമുദ്രഗുപ്ത തോൽപ്പിച്ച് അല്ലെങ്കിൽ അടക്കി പിടിച്ച് രുദ്രവധ, മിഠാലിയ, നാഗദത്ത, ചന്ദ്രവധ ഇവരെയൊക്കെ വാറിൽ തോൽപ്പിച്ച് അവരെ കീഴ്പ്പെടുത്തി നമ്മുടെ രാജ്യത്തിനെ, സമുദ്രഗുപ്തയുടെ എക്സ്റ്റൻഷനെ, ബൗണ്ടറിനെ എക്സ്പാൻഡ് ചെയ്തു. ഇതിലെല്ലാം വരുന്നത് എങ്ങനെയാ വെച്ചാല്, നാഗ റൂളേഴ്സ് വളരെ പവർഫുൾ ആയിരുന്നു. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും നാഗ റൂളേഴ്സ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രവാഹന
വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്ന ചന്ദ്രവാഹന ഒരു പുതിയ റൂളിംഗ് ഫാമിലിയാണ്. അപ്പൊ ഈ പ്രശസ്തി എന്ന് വെച്ചാൽ എടുത്തു പറയുക എന്നാണ് അർത്ഥം. ഈ പ്രശസ്തിയിൽ പറയുന്നുണ്ട് സമുദ്രഗുപ്ത വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഫോറസ്റ്റ് റീജിയനെ കൂടെ, അല്ലെങ്കിൽ സാമന്ത എന്നുള്ള ഒരു സൗത്ത് ഈസ്റ്റ് ബംഗാള്, കർമ്മപുര ആസാം, നേപ്പാൾ, ഈ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സിനെയൊക്കെ പിടിച്ചടക്കി വന്നു. അപ്പൊ ഈ രാജാക്കന്മാര് രാജാവിന് സമുദ്രഗുപ്തയ്ക്ക് ട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ രാജാവിന്റെ മുന്നിൽ കാഴ്ചവെക്കുന്നു. അപ്പൊ കാഴ്ചവെച്ച് അവരെ തന്റെ ആധിപത്യം സ്വീകരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ സോവർണിറ്റിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അവര് സറണ്ടർ ചെയ്യാണ്. രാജാവ് നിങ്ങള് ഞങ്ങളുടെ ഗുരു അല്ലെങ്കിൽ നിങ്ങളുടെ രാജാവ്, സോവർണിറ്റിയാണ് അവിടെ സറണ്ടർ ചെയ്യുന്നത്. സറണ്ടർ ചെയ്തതിന് ശേഷം അവര് ബന്ധുക്കളാകാൻ ശ്രമിക്കുന്നു. മക്കളെ, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ബന്ധുത്വം സ്ഥാപിച്ചെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭരിക്കുകയും ചെയ്യാം, പക്ഷെ അവർക്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സമുദ്രഗുപ്തയുടെ സഹായ സഹകരണങ്ങൾ കിട്ടും എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈവൻ ഇവര് നോർത്ത് ഇന്ത്യയിലും കുഷാനിനെയും പിടിച്ചു അടക്കുന്നുണ്ട് സമുദ്രഗുപ്ത. പിന്നെ സിംഗളം, അതായത് ശ്രീലങ്ക, ഇപ്പോഴത്തെ ശ്രീലങ്ക, അന്നത്തെ പാർട്ടില്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഹരിസേന ഇതിനെ പറ്റിയൊക്കെ പരാമർശിച്ചു പോയിട്ടുള്ളത് പ്രഖ്യാ പ്രശസ്തിയിലാണ്. എത്രത്തോളം മിലിറ്ററി ഫൗണ്ടേഷൻ എടുത്ത് പറയുന്നത്. കാരണം അങ്ങേരുടെ സമുദ്രഗുപ്തയുടെ മിലിറ്ററി എക്സ്പെഡീഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഇതിനുശേഷം നമ്മൾ പിന്നെ കാണുന്നത് സമുദ്രഗുപ്തയുടെ സക്സസർ ആയിട്ട് കാണുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. സൺ ആൻഡ് സക്സസർ ആണ്. അപ്പൊ ഇവിടെ സൂപ്പർ കോയിൻസ്, പിന്നെയും ഇവിടെ നാണയങ്ങൾ അടിക്കപ്പെടുന്നു. ഓരോ കാര്യങ്ങളും ഇത് നമ്മൾക്ക് ഹിസ്റ്ററിയിൽ കിട്ടുന്ന വിവരങ്ങളെല്ലാം ലിറ്റററി സോഴ്സസിലാണ്, എക്സ്കവേഷൻസ് കൂടിയാണ്, ഇൻസ്ക്രിപ്ഷൻസ് കൂടിയാണ് നമ്മൾക്ക് അറിയുന്നത്. അതിനുശേഷം ഇതിന്റെ സക്സസറായ രണ്ടാമത്തെ സൺ രാമഗുപ്ത, വിശ്വദത്ത ദേവി ഗുപ്തം മെൻഷൻ ചെയ്യുന്നു. ചന്ദ്രഗുപ്ത 2 കൊന്നു, അല്ലെങ്കിൽ കിൽഡ് ബൈ ഹിസ് എൽഡർ ബ്രദർ രാമഗുപ്ത. ചന്ദ്രഗുപ്ത 2 കൊന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാമഗുപ്ത വളരെ ഡിഫീറ്റ്, സാഗാസിന്റെ കയ്യിൽ നിന്ന് തോൽവി ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ അങ്ങേര് എഗ്രി ചെയ്തിട്ട് സറണ്ടർ ചെയ്ത് വൈഫിനെ കൂടെ സറണ്ടർ ചെയ്ത് സാഗാ കിങ്ങിനെ സറണ്ടർ ചെയ്തു. അപ്പോൾ ചന്ദ്രഗുപ്ത ഇതിനെപ്പറ്റി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പൊ ചന്ദ്രഗുപ്ത ഇതിനെപ്പറ്റി പ്രൊട്ടസ്റ്റ് ചെയ്യും. ആ ക്വീനായ ഒരു ക്വീന്റെ ഡിസ്കൈസിൽ, അല്ലെങ്കിൽ ഒരു റാണിയുടെ രൂപത്തിൽ, ദേവി എന്നുള്ള റാണിയുടെ രൂപത്തിൽ പോവുകയും ആ സാഗാ കിങ്ങിനെ കാണുകയും ആ ഹോസ്റ്റിലിറ്റി കാരണം ബ്രദറിനെ കൊന്നു എന്ന് ഒരു വിഭാഗം, അതേമാതിരി ബ്രദറിന്റെ വൈഫിനെ ധ്രുവദേവിനെ മാരേജ് ചെയ്യുന്നു എന്ന് വേറൊരു വിധക്കാർ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് പരാമർശിച്ച് പോകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹർഷ ചരിതത്തില് ഇതില് കോപ്പർ കോയിൻസ്, രാമഗുപ്തയുടെ പേരിലും കോപ്പർ കോയിൻസ് കിട്ടിയിട്ടുണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ജൈന മതത്തിലെ ജൈനൻ ഇമേജസിലും ഇവിടെ വിദർശയിലെ മഹാരാജ രാമഗുപ്ത എന്ന് പറയുന്നുണ്ട്. അപ്പോ ധ്രുവദേവി എന്നുള്ളത് ധ്രുവന്റെ ഗുപ്ത, ചന്ദ്രഗുപ്തന്റെ സൺ എന്നുള്ളതും വൈശാലി സീലില് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പരാമർശിച്ച് പോകുമ്പോൾ ഇവരുടെ മിലിറ്ററി ലെവലുള്ള ആധിപത്യം, അല്ലെങ്കിൽ ഇവരുടെ സാമ്രാജ്യത്തിനെ കൂട്ടിക്കൊണ്ടുപോകാനും അല്ലെങ്കിൽ വിസ്തീർണം കൂട്ടാനും വേണ്ടി മാരേജ് അലയൻസസ് നാഗാസുമായിട്ടും മാരേജ് കുബേരരംഗ, പ്രഭാവതി ഡോട്ടറാണ്, അവരെ മാരേജ് രുദ്രസേന 2 കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഴുവനും ഈ പ്രഖ്യാത പ്രശസ്തിയിൽ നിന്നുള്ള അറിവാണ്, ലിറ്റററി സോഴ്സസ് ആണ്. ഇത് ഡിഫീറ്റ് ചെയ്ത് വരുന്നതും അതിന്റെ ഒരു അവസാനമായിട്ട് കൊണ്ടുവരുന്ന കത്തിയവാദ് ഗുജറാത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എക്സ്റ്റൻഷൻ മാൽവ വരെ ഗുപ്തൻ എംപയർ, വെസ്റ്റേൺ മാൾവ വരെ ഗുപ്തൻ എംപയർ. അപ്പൊ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ഇങ്ങനെ അവര് വലിയൊരു രാജ്യം അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റും. ഇനി ഇത് കൂടാണ്ട് വേറെ 2 ഇൻസ്ക്രിപ്ഷൻസ് കൂടിയുണ്ട്. അതേതാ വെച്ചാൽ ഉദയഗിരി കേവ്സിന്റെ അകത്ത്, എന്താണ്
ഗുഹയിൽ കുത്തുക, കല്ലിൽ കൊത്തുക. ആ കല്ലിൽ കൊത്ത് ഗുഹ എവിടെയുള്ളതാണ്? ഉദയഗിരി കേവിന്റെ അടുത്തുള്ള സാഞ്ചിയിലും ചന്ദ്രഗുപ്ത സെക്കൻഡിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നു. അത് മാത്രമല്ല, അതിന്റെ പ്രിപ്പയറിങ് ഏത് വിധത്തിലാണോ അറ്റാക്ക് ചെയ്യാൻ അവർ പ്രിപ്പയർ ചെയ്യുന്നതും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതിന് കൂടാണ്ട് നമ്മൾ സാക്യ കോയിൻസിലും അതേമാതിരി അവരുടെ മിന്റിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിന്റിങ് ചെയ്ത് പോകുന്നതിനെ പറ്റി ഇപ്പൊ ആ ഗോൾഡ് കോയിൻസ് കൂടാണ്ട് സിൽവർ കോയിൻസും പറയുന്നുണ്ട്. സിംബോളിക് ആയിട്ടാണ് ഈ കോയിൻസിന് സർക്കുലേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ആധിപത്യത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയത്തും ശകാരി വിക്രമാദിത്യൻ ഒരു എനിമി, സാഗാസിന്റെ എനിമിയാണ് എന്നുള്ള വിധത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നു കിങ് ചന്ദ്ര എന്ന് പറയുമ്പോൾ മെഹറുനലി അയൺ ഇരുമ്പിന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസില് കുത്തബ് മിനാർ കോംപ്ലക്സിന്റെ, ഡൽഹിയിലുള്ള കുത്തബ് മിനാർ കോംപ്ലക്സിന്റെ അടുത്ത് ഈ മെഹറുലി അയൺ പില്ലർ ഉണ്ട്, വലിയ പൊക്കത്തുള്ള പില്ലർ. ഇതിലും ഇതിനെപ്പറ്റി ചന്ദ്രഗുപ്ത സെക്കൻഡിനെ പറ്റി ഇൻസ്ക്രിപ്ഷൻസിൽ എഴുതിയിട്ടുണ്ട്. സിന്ധു നദീതീരം ക്രോസ് ചെയ്ത് ഡിഫീറ്റ് ചെയ്തു വാൽഖീസിനെ. എന്നിട്ട് അതേമാതിരി തന്നെ ബാക്ടീരിയ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ചന്ദ്രഗുപ്തയുടെ വർക്കിനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത് കാളിദാസന്റെ രഘുവംശത്തിലാണ്. അപ്പോ രഘുവംശത്തിൽ കൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു ചന്ദ്രഗുപ്തന്റെ. ഈ അതേമാതിരി മെഹറുലി ഇൻസ്ക്രിപ്ഷൻസിലും ഈ എങ്ങനെയാണോ ചന്ദ്രഗുപ്ത എനിമീസിനോട് എനിമീസിനെ നേരിട്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഗുപ്തൻ ഡൈനാസ്റ്റി ഈസ്റ്റിലും വെസ്റ്റിലും നോർത്തിലും സൗത്തിലും ഒക്കെ ഇങ്ങനെ എക്സ്പാൻഷൻ ആയി വന്നിട്ട് വരുമ്പോൾ ആ കാലഘട്ടത്തിലാണ് ഫാഹ്യാൻ, ചൈനീസിന്റെ പിൽഗ്രിം, ഈ കാലഘട്ടങ്ങളിലെല്ലാം ബുദ്ധിസം ഇന്ത്യയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം ബുദ്ധിസത്തിനെ പറ്റി പരാമർശിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ചൈനീസ് പിൽഗ്രിമായ ഫാഹ്യാൻ ഇന്ത്യയിൽ എത്തുകയും പല സ്ഥലങ്ങളിലും അങ്ങേരെ രാജാവിനെ പറ്റി വളരെ ഹൈ ഒപ്പീനിയൻ പറയും, അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചന്ദ്രഗുപ്തയുടെ സെക്കൻഡിന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് പരാമർശിക്കാൻ പോകുന്നത് കുമാരഗുപ്ത ഫസ്റ്റ് എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകൻ കുമാരഗുപ്ത. ഈ കുമാരഗുപ്തനെ പറ്റിയുള്ള ഇൻസ്ക്രിപ്ഷൻസും ഇതേമാതിരി കാലഘട്ടങ്ങളിൽ എവിടെ വളർന്നു, എത്രത്തോളം വലുതായി എന്നുള്ളതൊക്കെ ഓരോ ഇൻസ്ക്രിപ്ഷൻസിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ കല്ലിലും കോപ്പർ പ്ലേറ്റ്സിലൊക്കെ എഴുതിയാൽ അത് കാലഭേദം എന്നെ അത് സർവൈവ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാമദണ്ഡക ഈ കുമാരഗുപ്തന്റെ മിനിസ്റ്റർ ആണ്. അങ്ങേരെ എഴുതിയിട്ടുള്ളത് 4 ഓഷ്യൻസ് കടന്നു പോകുന്നു. അതേമാതിരി തന്നെ കുമാരഗുപ്തനെ പറ്റി ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കല്ലിൽ കൊത്തുന്നത് മാൻസർ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ്. ദാമോദർ കോപ്പർ ഇൻസ്ക്രിപ്ഷൻ 1033 സെഞ്ചുറി തൊട്ട് 1047 സെഞ്ചുറി, റെഫറിം ആസ് മഹാരാജാതിരാജ. ഇവിടെയും ഈ കുമാരഗുപ്തനെ പറ്റി മഹാരാജാതിരാജ എന്നാണ് എടുത്തെടുത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് രാജാവിന്. പിന്നെ ലാസ്റ്റ് ആയിട്ട് കുമാരഗുപ്തന്റെ ഇൻസ്ക്രിപ്ഷൻ, അതായത് സിൽവർ കോയിൻ പുറത്തിറക്കി 455 സെഞ്ചുറിയില്, ഗുപ്തൻ ഇറ 136. ആ സമയത്ത് സിൽവർ കോയിന്, വെള്ളി നാണയം പുറത്തിറക്കിയപ്പോൾ അതിലാണ് കുമാരഗുപ്തനെ പറ്റി അവസാനമായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ കാലഘട്ടം ഇങ്ങനെ വലിയ വിസ്തീർണം കൂടി വരികയും അങ്ങനെ റിലേഷൻഷിപ്പ് കൂടുകയും വലിയ വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കല്യാണം മുഖാന്തരം ഫ്രണ്ട്ഷിപ്പ് ആവുകയും റിലേഷൻ ആവുകയും അങ്ങനെയാണ് ഇവരുടെ രാജ്യങ്ങൾ അവർ വലുതാക്കി, ഗുപ്ത ഡൈനാസ്റ്റി വലുതാക്കി കൊണ്ടുവന്നത്. ഇനി അടുത്തതായിട്ട് പരാമർശിക്കുന്നത് സ്കന്ദഗുപ്ത, കുമാരഗുപ്ത ഫസ്റ്റിന് പിൻഗാമിയായിട്ട് വരുന്ന സ്കന്ദഗുപ്ത. ഈ സ്കന്ദഗുപ്തനെയാണ് നമുക്ക് പവർഫുൾ ആയ ഗുപ്തൻ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങേർക്ക് പുഷ്യമിത്രാസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഹൺസിന്റെ ഇൻവേഷൻ, അതായത് ഹൺസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയില് സെൻട്രൽ ഏഷ്യൻ കൺട്രിയിലുള്ള ഹൺസിന്റെ
അവരുടെ ഇൻവേഷൻ അല്ലെങ്കിൽ അവരുടെ വരവും അവരെ ഫേസ് ചെയ്യേണ്ടിയും വന്നു സ്കന്ദഗുപ്ത ഒരു ലിമിറ്റ് വരെ ഈ ഹൺസിനെ എതിർത്ത് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടെയും ഇതിന്റെ പരിണാമമായിട്ട് അവരുടെ എക്കോണമി, അവരുടെ ഒരു വാർ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ യുദ്ധത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു അറ്റാക്കിനെ എതിർക്കുമ്പോഴത്തേക്കും അവരുടെ എക്കോണമി അത് എഫക്റ്റ് ആവും. അങ്ങനെ ഗോൾഡ് കോയിൻസ് സ്കന്ദഗുപ്തയിൽ എടുത്തു വരുമ്പോഴത്തേക്കും ഇതിൽ സ്കന്ദഗുപ്തയുടെ ലിമിറ്റഡ് ഗോൾഡ് കൊണ്ടുള്ള നാണയങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ലിമിറ്റഡ് ആയി പോയി. കാരണം അവർക്ക് വാറിലേക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഉദ്ദേശിക്കുന്നത്, വെയിറ്റും കുറച്ചു. അപ്പോ എന്താ പറ്റുന്ന വെച്ചാല് ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മുഴുവനും എതിർക്കാൻ വരുന്ന അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഹൺസിനെ എതിർത്ത് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇത് ട്രഷറിന് എഫക്റ്റ് ആവും, അവരുടെ ധനത്തിന് എഫക്റ്റ് ആവും. ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട് സുദർശൻ ലേക്ക്, മൗര്യൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സുദർശൻ ലേക്ക് വളരെ അല്ലെങ്കിൽ തടാകത്തിൽ ഉണ്ടാക്കിയ ആ റിസർവോയർ പൊട്ടുകയും അതിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ട് അതിന് ഈ റിസർവോയർ പൊട്ടുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് റിപ്പയർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ റിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ സ്കന്ദഗുപ്ത ആ 467 സെഞ്ചുറിയിൽ 4ാമത്തെ സെഞ്ചുറിയിൽ ഇതിനെപ്പറ്റി സിൽവർ കോയിൻസിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി സ്കന്ദഗുപ്തയ്ക്ക് ശേഷം വരുന്ന രാജാക്കന്മാര് അവരുടെ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വരുന്നവരാണെങ്കിലും അവർക്ക് ബാക്കിയുള്ളവരായിട്ടും തിരിച്ച് ഇവർക്ക് ഇതേ കാരണം തന്നെ സ്കന്ദഗുപ്തയ്ക്കും കുമാരഗുപ്ത ഫസ്റ്റിന്റെ സണ്ണായ അല്ലെങ്കിൽ മകനായ പുരുഷഗുപ്ത. അപ്പോ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് പ്രോബബിളി നമുക്ക് പറയാൻ പറ്റും ഇവര് രാജ്യത്തിനെ പിരിച്ച് വരുമ്പോഴത്തേക്കും അവരുടെ പവർ കുറയും, അവർക്ക് എതിർക്കാനുള്ള ശേഷി കുറയും. വെസ്റ്റേൺ മാൾവയിലും സ്കന്ദഗുപ്ത വളരെ ഇതിനെപ്പറ്റി പരാമർശിച്ചു വന്നിട്ടുണ്ട്. ഇതിന് ശേഷം സ്കന്ദഗുപ്ത പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധഗുപ്ത, വിനയഗുപ്ത, ബാണഗുപ്ത, നരസിംഹഗുപ്ത, ഭാട്ടിയ, കുമാരഗുപ്ത സെക്കൻഡ്, വൈഷ്യൻഗുപ്ത ഇവരൊക്കെ രാജ്യം ഭരിച്ചു വരുന്നുവെങ്കിലും കുമാരഗുപ്ത ഫസ്റ്റിന്റെയും ചന്ദ്രഗുപ്ത സെക്കൻഡിനെയുമാണ് നമ്മൾ കൂടുതലായിട്ട് പവർഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഈ ഗുപ്തൻ ഡൈനാസ്റ്റി എങ്ങനെയാണ് നശിച്ചു പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് നശിച്ചു പോയതെന്ന് നമ്മൾ പരാമർശിക്കാൻ പോവുകയാണ്. ഈ ഗുപ്തൻ ഡൈനാസ്റ്റി നശിക്കാനുള്ള കാരണം തന്നെ ആ നോർത്ത് വെസ്റ്റിലുള്ള ബോർഡേഴ്സ് വരുന്ന ഹൺസ് ആണ്. അവര് സെൻട്രൽ ഏഷ്യൻ ട്രൈബായ ഒരു ഗ്രൂപ്പ്, അവര് ഹൺസ് ആണ്, നല്ല യോദ്ധാക്കളാണ്, നല്ല വിധത്തിൽ ഫൈറ്റ് ചെയ്യാൻ അറിയുന്നവരാണ്. ആ ഏഷ്യൻ ട്രൈബ് ഫൈറ്റിംഗ് വിത്ത് നേച്ചർ അവര് വരുന്നു, നമ്മളുടെ ബോളാർ അറ്റാക്ക് വരുന്നു, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ ഇവിടെയുള്ള ഏറ്റവും അതിൽ 5ാമത്തെ സെഞ്ചുറിയിലാണ് ഇത് നടക്കുന്നത്. ചീഫായ തൊർമാന എസ്റ്റാബ്ലിഷ് ചെയ്യാണ് തൻ്റെ അധികാരം. സെൻട്രൽ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും തൻ്റെ അധികാരം എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങേരുടെ മകനായ മിക്രതകുലയെ അവിടുത്തെ ഏരിയ ഏൽപ്പിക്കുന്നു. പിന്നെ ഈ ഹൺസിന്റെ ഒരു അറ്റാക്കും അവരിവരെ ഗുപ്തൻസിനെ അടിമപ്പെടുത്തുന്നതും വലിയൊരു ഗുപ്തൻ ഡൈനാസ്റ്റി താഴ്ന്നു പോകാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ വീക്ക്നെസ് ആണ്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ അത്രയും വീക്കായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവര് ഒരു കാരണവശാലും സ്ട്രിക്റ്റ് ആയിട്ടും ഇഫക്റ്റീവായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അവർ പിടിച്ചടക്കിയ സ്ഥലത്ത് അവര് സ്ഥാപിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നാച്ചുറലായിട്ട് ഏത് രാജാവ് പോയാലും രാജാവിന്റെ പിൻഗാമികൾ ലോക്കലായിട്ട് അടിച്ചമർത്തപ്പെട്ട പിടിച്ചടക്കിയ കൺട്രിയില് അവരുടെ ആധിപത്യം നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ പതുക്കെ അതാത് രാജ്യത്തിലുള്ള രാജാക്കന്മാര് അല്ലെങ്കിൽ ലോ ലെവലിലുള്ള രാജാക്കന്മാര് ഭരണം സ്വന്തം കൈകളിൽ കൊണ്ടുവരും.
അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ വീക്ക്നെസ്, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ചെറിയ ചെറിയ ഘടകങ്ങളായ സ്വന്തമായിട്ടുള്ള രാജാക്കന്മാര് സ്വയം ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് അവര് വലിയ സാമ്രാജ്യത്തിനെ തളർത്തും. അതാണ് ഉദ്ദേശം, തളർത്തിക്കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ സെൻട്രൽ ഗവൺമെന്റില് ഇല്ലാത്തത്, അഡ്മിനിസ്ട്രേഷൻ സ്ട്രോങ് ആയിട്ടില്ലാത്തത് കൊണ്ട് ഇവർക്ക് ആ കാലഘട്ടങ്ങളിൽ ഗുപ്താസ് എന്താ ചെയ്തിരുന്ന, ബ്രാഹ്മണന്മാർക്കും അഡ്മിനിസ്ട്രേറ്റീവ്സിനുമൊക്കെ ദാനമായിട്ട് സ്ഥലം കൊടുത്തിരുന്നു. ദാനമായിട്ട് ലാൻഡ് ഗ്രാൻഡ്. ലാൻഡ് എന്ന് വെച്ചാൽ ധനം. ധനം ഏത് വിധത്തിലുള്ള ഗ്രാൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്? സ്ഥലമാണ് കൊടുക്കുന്നത്. അപ്പൊ ആ സ്ഥലം അവരുടെ കയ്യിൽ അവർക്ക് നിങ്ങൾ ഭരിച്ചോളൂ എന്നുള്ള വിധത്തിൽ ആ പവർ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ സാമന്ത സിസ്റ്റം എന്നാണ് പറയാ. സാമന്ത എന്ന് വെച്ചാൽ ചെറിയ രാജാക്കന്മാർ, കുട്ടി രാജാക്കന്മാർ. ഇവർക്ക് നിങ്ങൾ നിങ്ങളുടെ ഏരിയ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് അവർക്ക് പവർ കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് അവർ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വന്നിട്ട് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കുറച്ച് ഷേക്കിയായി അല്ലെങ്കിൽ ലൂസായി, ഇവർക്ക് ഒന്നും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാമന്ത രാജാക്കന്മാര്, അതായത് തന്റെ സാമ്രാജ്യത്തിന്റെ ചെറു രാജാക്കന്മാര് വലുതായി വരാൻ തുടങ്ങി. അപ്പൊ ഈ ഡിവിഷൻ അവിടെ വരുന്നു. ആ ഡിവിഷൻ വന്ന ശേഷം ഓരോ ഫാമിലിയിലുള്ളവരും അവരുടെ പവർ, എനിക്ക് രാജാവാണ് അല്ലെങ്കിൽ എൻ്റെ കാലശേഷം ഞാൻ പറയുന്നവർ രാജാവാണെന്നുള്ള ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ നമുക്ക് പറയാൻ പറ്റും ഗുപ്തൻ ഡൈനാസ്റ്റി പതുക്കെ ഗ്രാജുവൽ ആയിട്ട് അത് തളർന്നു പോയി. അത് ഛിന്ന ഭിന്നമായി സാമന്ത രാജാക്കന്മാരെ എടുത്ത് അവരുടെ പവറിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് ഈ ചാപ്റ്ററോടുകൂടി അവസാനിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പരാമർശിക്കാൻ ഉദ്ദേശിച്ചത് ഈ കാലഘട്ടത്തിൽ നടന്ന എക്കോണമി എന്ത് വിധത്തിലായിരുന്നു, അവരുടെ ധനപരമായ കാര്യങ്ങള്, സൊസൈറ്റി എന്തായിരുന്നു, കൾച്ചർ എന്തായിരുന്നു, ഈ കാലഘട്ടത്തിൽ പൊളിറ്റി എന്തായിരുന്നു ഗുപ്തന്റെ പീരീഡിൽ. ഇതാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി, എങ്ങനെയാണോ ഒരു രാജാവ് ഭരിച്ചിട്ട് എക്സ്പാൻഷൻ ചെയ്തു, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കുറവായിരുന്നുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ പിടിച്ചടക്കുകയും അവരൊക്കെ തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരുടെ പവർ കുറയുമ്പോൾ ഇതിനെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് അറിയുന്നു? ഈ പലവിധത്തിലുള്ള കോപ്പർ പ്ലേറ്റ്സില്, സ്റ്റോൺ കാർവിങ്സില്, ക്ലേ സീലില്, നമ്മൾ ഇതിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. ഓരോ രാജാവിന്റെയും ഡൈനാസ്റ്റി ടൈമില് അവര് നാണയങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് എക്സ്കവേഷൻ ചെയ്യുമ്പോൾ, ചരിത്രകാരന്മാർ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്, പിന്നെ ആ കാലഘട്ടങ്ങളിൽ വന്നു പോകുന്ന ട്രാവലേഴ്സിന്റെയും വന്നു പോകുന്ന ലിറ്ററേച്ചറിൽ നിന്നുള്ള പുസ്തകങ്ങളിൽ കിട്ടുന്ന പരാമർശങ്ങൾ വഴിയാണ് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പരാമർശിക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ടാണോ അവര് ഉടഞ്ഞു പോയത്, അതിന്റെ കാരണം എന്താണെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഗുപ്തൻ രാജാക്കന്മാരും അവര് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവരുടെ ഫ്യൂഡേറ്ററീസ് എന്ന് പറയും, ഫ്യൂഡൽ ലോട്ട്സ് എന്ന് വെച്ചാൽ ആ സ്ഥലത്തില് രാജാവ് അല്ലെങ്കിൽ ചെറിയൊരു മേലാധികാരി എന്നുള്ള ലെവലില് അവർക്ക് പണം അല്ലെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള പവർ കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രാജാവ് മുഖ്യ രാജാവായിട്ട് ഇരുന്നാൽ കൂടെയും രാജാവാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മൊണാർക്ക്. പക്ഷെ ആ രാജാവ് എന്തു ചെയ്തു? സ്വയം പല വിധത്തിലുള്ള പേരുകൾ, ചക്രവർത്തി എന്നും പരമശിവ എന്നും അല്ലെങ്കിൽ പ്രതിഭാധിപത, അതായത് എന്റെ സ്ഥാനം ഞാൻ കൂട്ടി എടുക്കുകയാണ്. ഏത് ഈക്വൽ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്? ദൈവതുല്യമായിട്ടാണ് ഞാൻ രാജാവ് എന്നുള്ളതിനെ കൊണ്ടുവരിക. അപ്പോ അങ്ങനെ വന്ന രാജാവ് ആ ഡിവൈൻ സ്റ്റേറ്റസിനെ പറ്റി അല്ലെങ്കിൽ ദിവ്യമായ ഒരു ഈശ്വര സാന്നിധ്യം എന്നുള്ളതാണ് സ്മൃതി സ്ക്രിപ്റ്റേഴ്സിലും ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഗുപ്ത മൊണാർക്കിനെ പറ്റി സ്മൃതി എന്ന് വെച്ചാൽ ലിറ്ററേച്ചറാണ്, എഴുത്താണ്. ആ കാലഘട്ടങ്ങളിൽ സാൻസ്ക്രിറ്റിലാണ് അവര് കാളിദാസ എഴുതിയിട്ടുള്ളത്. ഈ രാജാക്കന്മാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ദൈവതുല്യൻ ധനദേവനായ കുബേരനോടും വരുണനോടും ഇന്ദ്രനോടും ഞാൻ
അതായത് നമ്മള് ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഡിവൈൻ റൈറ്റ് ഓഫ് ഗോഡ് എന്നുള്ള ലെവലില്. അപ്പൊ ഡിവൈൻ പവർ എന്നാണ് അതിനെ രാജാവ് പറയുക. അപ്പൊ രാജാവിനെ രാജ്യം ഭരിക്കാൻ ദൈവം സൃഷ്ടിച്ചു, അതാണ് അതിന്റെ അർത്ഥം. ഇതേമാതിരി തന്നെയാണ് ഇവിടെയും നമ്മളുടെ ഇന്ത്യയിലും ഇതേമാതിരിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരികയാണ്. അപ്പോൾ അത് മാത്രമല്ല, അവർക്ക് അവരുടെ ഡേ ബൈ ഡേ അവരുടെ പവറിനെ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടും വരും. അതിന് കൂടെ അവര് എന്താ ചെയ്തേ, ഫാദറായ കുമാരഗുപ്ത ഒരു വളരെ ക്ലിയർ പോളിസി, റിലീജിയൻ നമ്മളുടെ സമുദായം അല്ലെങ്കിൽ നമ്മളുടെ മതം എന്ത് പറയുന്നു അതുവഴി പോവുക, ശരിയായ പാതയിൽ കൂടെ പോവുക എന്നുള്ളതായിരുന്നു അങ്ങേരെ ഉപയോഗിച്ചിരുന്ന പാറ്റേൺ. ആ പാറ്റേണിൽ കൂടി നോക്കുമ്പോൾ രാജാവ് പോളിസി എല്ലാ വാറ് വേണോ, യുദ്ധം വേണോ, പീസ് വേണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പവർ രാജാവിന്, സെൻട്രൽ പവർ. ദക്ഷിണ പതയിലും അതേമാതിരി തന്നെ ഇവിടെ പ്രൈം ഡ്യൂട്ടി രാജാവിന്റെ ഏറ്റവും വലിയ ധർമ്മം അവനവന്റെ കൺട്രിമെന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇൻവേഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ എതിർക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു ആർമി, ഇത് രാജധർമ്മമാണ് ഞാൻ ഈ പറയുന്നത്, രാജാവിന്റെ ധർമ്മമാണ് അവരുടെ ചരിത്രം അനുസരിച്ച്. നമുക്ക് രാമായണത്തിലും ഉണ്ട്, രാജാവായിരിക്കും വാറിന്റെ ലീഡറായിട്ട് പോവുക. അപ്പോ ഇങ്ങനെ വരുമ്പോ ഇതിന് മാത്രമല്ല രാജാവിനെ സപ്പോർട്ട് ചെയ്യാൻ ബ്രാഹ്മണാസ് ഉണ്ട്, സമറാൻസ് ഉണ്ട്, ഇവർക്കൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. രാജാവ് കൂടുതലായിട്ടും പണ്ഡിതന്മാരുടെയും റിലീജിയസ് പണ്ഡിതന്മാരുടെയും പഠിപ്പുള്ളവരുടെയും സഹകരണത്തോടെയാണ് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടു പോവുക. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ കസ്റ്റംസ് ട്രഡീഷൻസ് ഫോളോ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഒരു രാജാവിന്റെ സെൻട്രൽ പവറും അവരുടെ ഡ്യൂട്ടി എന്ന് അവരുടെ പ്രഖ്യാതിയില് പ്രശസ്തിയില് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ കാര്യങ്ങള്. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഗുപ്ത രാജാവ് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം അഡ്മിനിസ്ട്രേഷനിൽ. ഇത് കൂടാണ്ട് ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ വെച്ചു, അതായത് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ എന്ന് പറയാം വേണമെങ്കിൽ. ആ മന്ത്രിസഭയില് അവരുടെ ഓരോ മിനിസ്റ്റേഴ്സിനും ഓരോ പൊസിഷനുണ്ട്. ഇത് മിനിസ്റ്ററിന്റെ ഓഫീസ് ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരയായിട്ട് വരുന്നതാകാം. അപ്പൊ ഇത് മാത്രമല്ല, വീരസേന സഭ എന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധവും സമാധാനവും നടത്തുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കൺട്രോളില്. ഇനി സുപ്പീരിയർ ആയിട്ടുള്ള പവർഫുൾ, അതായത് ഒരു രാജാവിനെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചീഫ് ജസ്റ്റിസ് മഹാദണ്ഡ യാഗ, ഇവരെ ഈ ചീഫ് ജസ്റ്റിസിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ജുഡീഷ്യൽ ആയിട്ടുള്ള നിയമം നടത്തി പോവുക. ഇത് മാത്രമല്ല, വേറെ ഒരു ഗ്രൂപ്പിന്റെ ഉപാർത്തിക എന്ന് പറയും, രാജ്യത്തിന്റെ പല ഡിസ്ട്രിക്ട്, പല ഡിവിഷനില് വിശ്വപതീസിനെ ഏർപ്പാട് ചെയ്തു. ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമീണ തലവനെ ഏർപ്പാട് ചെയ്തു. ചെറിയ ചെറിയ കേസുകൾ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് ഫാഹയാന്റെ റൈറ്റിംഗ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല, പക്ഷെ വേണ്ട വിധത്തിൽ ധർമ്മത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് അവര് പണിഷ്മെന്റ് ഈ ചീഫ് ജസ്റ്റിസ് വഴി നടത്തിക്കൊണ്ടു പോയിരുന്നാണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മഹാമാതൃക ആണ് ഏറ്റവും പാലസ് ഓഫ് ഗാർഡിന്റെ നമ്മുടെ രാജാവിന്റെ കൊട്ടാരത്തിലെ ഗാർഡ് പ്രതിഹാര എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പ്. അവര് ചെയ്തിരുന്നവർക്ക് സെറമണീസും എല്ലാവിധ പെർമിഷനും, നെസസറി പെർമിഷൻ, എന്തെങ്കിലും രാജകീയമായ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ പ്രതിഹാരയുടെ പെർമിഷൻ വേണം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ദുട്ടകാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്. അവരുടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ഏതെങ്കിലും തരത്തിൽ ലാൻഡ് അല്ലെങ്കിൽ ധനം ആർക്കെങ്കിലും ഗ്രാൻഡ് ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന് ദാനമായിട്ടോ എന്ത് വിധത്തിലും ലാൻഡിനെ നിങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഇതിനെപ്പറ്റിയുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ദുഡകാസ് എന്നുള്ളത്. അപ്പൊ ഈ ഡിവിഷൻ നമുക്ക് പറയാം, ഡെലിഗേഷൻ ഓഫ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വർക്ക് ഓരോരുത്തർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു പോകുന്നു.
പിന്നെ ആർമി എന്തായിരുന്നു? ആർമിയുടെ ഗുപ്താസിന്റെ ആർമി ഭയങ്കര വലിയൊരു ഓർഗനൈസേഷൻ ആയിരുന്നു. അവിടെ രാജാവാണ് ഒരു ആർമി അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിൽ മുന്നിൽ നിന്ന് പോകേണ്ടത്. രാജാവിന്റെ കൂടെ സന്ധി വിഹാരിക എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്റ്റർ ഉണ്ട്. മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങേരുടെ ചാർജ് വാറും യുദ്ധവും സമാധാനത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് നടത്തുക. ഒരു ഗ്രൂപ്പ്, അതാണ് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ തലവനായിട്ട് മഹാദേരാജൻ ഇങ്ങനെ വരും. പിന്നെ പിലുപത്തി, അതായത് ഓരോ ഡിവിഷനും ആർമിയിലുള്ള ഓരോ ഡിവിഷന് ആണാൾപ്പടയായാലും ശരി, കുതിരപ്പടയായാലും ശരി, സോൾജിയേഴ്സ് ആയാലും സാധാരണ കാലാൾപ്പടയായാലും ശരി, ഓരോരുത്തർക്കും ഓരോ ഹെഡ് ഉണ്ട്. അവരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ ആർമിയിലുള്ളവർക്കൊക്കെ സാധനങ്ങൾ കൊടുക്കുകയും ഒരു ഓഫീസർ ഇൻചാർജ് ഉണ്ട്, റാണബഹരിക. ഇത് കൂടാണ്ട് ഇവർക്ക് ചെറിയ ചെറിയ ഇങ്ങേർക്കുള്ള ഡ്യൂട്ടിയിൽ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ട ആയുധ പടക്കോപ്പുകൾ സൂക്ഷിക്കുക, അതിനെപ്പറ്റി എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റവന്യൂ, എങ്ങനെയാണ് ഈ രാജാവിന് ധനവിഷയം കിട്ടിയിരുന്നത്. ഈ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാ വിധത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ടാക്സ് എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ ആണ് ഏറ്റവും വലിയ ടാക്സ്. അത് അടയ്ക്കാണ്ടിരിക്കുമ്പോൾ ഫൈൻ അടിക്കുന്നു. ഫൈൻ അടിക്കുമ്പോൾ അത് എത്രത്തോളം ആകുന്നു എന്നുള്ളതിന് അത് പരാമർശിക്കാൻ, അതിനെപ്പറ്റി റെക്കോർഡ് ചെയ്യിക്കാനും ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്യൂട്ടിയിൽ പല വിധത്തിലെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, എത്രത്തോളം സെർവൻസ് ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടികൾ, എന്തൊക്കെയാണ് അവർ നെഗ്ലക്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ റെക്കോർഡ് കീപ്പർ എന്ന് പറഞ്ഞ ഒരു ഹൈ ഒഫീഷ്യൽ ഉണ്ട്, പുസ്തപാല. അപ്പൊ ഇങ്ങേരുടെ ഡ്യൂട്ടി ഈ ട്രാൻസാക്ഷൻസ് എല്ലാം എഴുതി പരാമർശിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഇത് കൂടാണ്ട് ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരു റെഗുലർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് സർവേ എടുക്കുക, ലാൻഡിന്റെ എത്രയാണ് ഒരു ലാൻഡിൽ നിന്ന് കളക്ഷൻ കിട്ടാണ്ടത്, റവന്യൂ എത്രയാണ് ധനം വരേണ്ടത്, ഇതിനെയൊക്കെ കാമദണ്ഡക നിഷ്ഠാര വിധത്തിൽ ട്രഷറിയിലേക്ക് എത്ര വരണം, എത്ര രൂപ സ്റ്റേറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി, ഇതൊക്കെ അവര് റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് കൂടാണ്ട് കാളിദാസന്റെയും നാരദ സ്മൃതി എന്നുള്ള ഒരു പുസ്തകത്തിലും ഓതർ ഓഫ് നാരദ സ്മൃതിയിൽ പറയുന്നുണ്ട് എത്രത്തോളം രാജ്യത്തിന് അല്ലെങ്കിൽ റോയൽ ആയിട്ട് ഗവർണൻസിന് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇത് ടാക്സ് കളക്ഷൻ അല്ലെങ്കിൽ ഉപാരിക, തുണിയിലും ഓയിലിലും കൂടെ അവിടെ ടാക്സ് മേടിച്ചിരുന്നു. കമേഴ്സ്യൽ ടാക്സ്, ബിസിനസ് ചെയ്യുമ്പോൾ കമേഴ്സ്യൽ ടാക്സ്, ഓരോ ടാക്സും രാജാവിന്റെ ഖജനാലേക്കാണ് ഇത് വരുന്നത്. ഇനി കൂടാണ്ട് എല്ലാ വിധത്തിലുള്ള ടാക്സുകളും, ബോർഡിങ്സ് കൂടാണ്ട് രാജാവിന്റെ ധനം, ഇപ്പൊ നമ്മുടെ സ്വാമി തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ധനങ്ങൾ എത്ര, മൈനിൽ എത്ര, സോൾട്ടിൽ ഉണ്ടാക്കുന്നതിനുള്ള എത്ര, എല്ലാം അവർ കണക്ക് കൂട്ടി വെച്ചിരുന്നു. പ്രോവിൻസസിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വിഭജിച്ചു കൊടുത്തിട്ടുള്ള രാജ്യങ്ങളുടെ പ്രോവിൻസസും ഡിസ്ട്രിക്റ്റിലും എങ്ങനെ. ഇവിടെയും ദേശം എന്ന് പറയും, രാഷ്ട്രം എന്ന് പറയും, ബുക്തീസ് എന്ന് പറയും. ഇതിനൊക്കെ ഓരോ ഭാഗത്തിനും ഓരോ തലവനുണ്ടാവും, അല്ലെങ്കിൽ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവരുടെ കീഴിൽ കൂടെ അവരുടെ ഡയറക്റ്റ് ഇവരെ അപ്പോയിന്റ് ചെയ്തത് രാജാവ് നേരിട്ടായിരിക്കും. അവർ ഇതൊക്കെ കാര്യങ്ങൾ നേരിട്ട് രാജാവിനെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു അഭിപ്രായങ്ങൾ. അല്ലെങ്കിൽ അവരുടെ ഡിവിഷൻ കൊടുത്തിട്ട് വൈശ്യാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അയുക്ത കൊടുക്കുന്നുണ്ട്, വിശപതി എന്ന് പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് ആൾക്കാരെ കൊടുത്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തിച്ച് അവരിൽ നിന്ന് അവരുടെ വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട റെപ്രസെന്റേഷൻ കൊടുത്തിരുന്നു. ഓരോ മർച്ചന്റ് അസോസിയേഷൻ, കാരവൻ ലീഡർ, ഓരോ ആർട്ടിസൻ, അതായത് കുലത്തൊഴിൽ നടത്തുന്നവര്, പോട്ടർ, അതേമാതിരി പോട്ടേഴ്സ് ഗ്രൂപ്പ്, നമ്മള് ഗിൽഡ് എന്ന് പറയും ആർട്ടിസൻസിന്. അതേമാതിരി തന്നെ ക്ഷത്രിയ കമ്മ്യൂണിറ്റി, ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ വർക്കിനെ വിഭജിച്ച് കൊടുക്കുകയും അതിൽ നിന്ന് എന്ത് ചെയ്യണമോ അവര് ഗ്രാമപതി രാജാവിനെ അറിയിക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ മുഖാന്തരം സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് വില്ലേജ് ആണ്. അതായത് ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയാം ഗ്രാമപതി എന്ന് പറയാം.
ഈ ഗ്രാമ ദക്ഷയ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലുള്ള ഗ്രാമീണ ഇപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. ഇവരും ഇതേമാതിരി ഓരോ വില്ലേജിലും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ അറിയിക്കണം. ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള വില്ലേജസ് ഉണ്ട്, ഗ്രാമികാസ് ഉണ്ട്, കുടുംബീസ് ഉണ്ട്, മഹാത്രാസ് ഉണ്ട്. ഇവരൊക്കെ ഓരോ ലെവലിലാണ് അവരുടെ വർക്കുകൾ നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഇനി അഗ്രികൾച്ചർ, ഏറ്റവും മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ തന്നെയാണ്. ഈ അഗ്രികൾച്ചറൽ മുഖാന്തരം ഏത് വിധത്തിലുള്ള ആൾക്കാരാണോ ഉള്ളത്? സ്പിന്നിങ്, കാർപ്പൻട്രി ഉണ്ട്, സ്പിന്നിങ് ഉണ്ട്, പോട്ട് മേക്കിംഗ് ഉണ്ട്, ഓയിൽ എക്സ്ട്രാക്ഷൻ ഉണ്ട്, ഗോൾഡ് സ്മിത്ത് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്. എല്ലാം ഈ രാജ്യത്തിൽ വളരെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ എക്കോണമിയെ പറ്റി എടുത്തു പറയുമ്പോൾ രാഷ്ട്രത്തിന് വരുന്ന പണത്തിനെ പറ്റിയാണ് നമ്മൾ എക്കോണമി എന്ന് പറയുന്നത്. ഏത് രാഷ്ട്രത്തിനും ഏത് രാജ്യത്തിനും ആദ്യത്തെ എക്കോണമി എന്ന് പറയുന്നത് അവരുടെ അഗ്രികൾച്ചറാണ്. അവർ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ തരത്തിലുള്ള ലാൻഡ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ക്ഷേത്ര എന്നാണ് പറയും, ഓരോ കൾട്ടിവേഷനും ക്ഷേത്ര എന്ന് പറയും. ഈ കൾട്ടിവേഷന് കിഹില, അപാരിക, ഇംപ്രഷൻസ്, പല വിധത്തിലുള്ള കൾട്ടിവേഷൻസ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ലാൻഡിന്? അതിന്റെ ഫെർട്ടിലിറ്റി, അതിന്റെ സോയില്, അതിന്റെ എന്തൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ലാൻഡിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ട് അതിന്റെ നിർവ്വഹണ എത്രത്തോളം നമുക്ക് ടാക്സ് കളക്ഷൻ ചെയ്യാൻ പറ്റും. കുലയപാവ, ദ്രോണപാവ എന്നുള്ള 2 ടേംസ് ആണ് ബംഗാളിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഏത് ക്രോപ്പാണോ അവിടെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുക, ബാർലി ആണോ, വീറ്റ് ആണോ, വെജിറ്റബിൾ ആണോ ഇതൊക്കെ ഗുപ്താസ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ അഗ്രികൾച്ചർ നടത്തിക്കൊണ്ട് പോണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേണം. ആ വെള്ളത്തിന് സപ്പോർട്ട് ചെയ്യാൻ അവര് പല വിധത്തിലുള്ള റിസർവോയറും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനെപ്പറ്റി ഈ സുദർശന റിസർവോയർ കെട്ടിയിരുന്നു. റിപ്പീറ്റേഷൻ ആയിട്ട് ഞാൻ പോകുന്നില്ല. അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ റിപ്പയർ ചെയ്ത് അവര് ഈ ഒരു ചക്രത്തിൽ കൂടെ ഒരു ഗാട്ടി എന്ന് വെച്ചാൽ പോട്ട് എന്നാണ്. ഈ ചക്രത്തിൽ പല വിധത്തിലുള്ള കുറെ ഗാട്ടികൾ കെട്ടുകയും അതിനെ ചക്രത്തിൽ മെക്കാനിസത്തിന് ഈ ഗാട്ടി യന്ത്ര എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളം അടിയിൽ പോയി എടുത്തിട്ട് കനാൽ വഴി അതിനെ പാടങ്ങളിൽ പാടങ്ങളിലേക്ക് വിടുകയും ചെയ്യുന്നു. ഈ യന്ത്രമാണ് അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റെയിൻ വാട്ടർ കളക്ഷൻ പോണ്ടിലുണ്ടായിരുന്നു, റിസർവോയിൽ ഉണ്ടായിരുന്നു, പെനിൻസുലയില് ടാങ്ക് ഇറിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇറിഗേഷൻ അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന വിധത്തിലുള്ള ഇറിഗേഷൻ അവര് നടത്തിക്കൊണ്ടു പോയിരുന്നു എന്ന് അർത്ഥം. ഇത് കൂടാണ്ട് ലോക്കൽ ലെവലിൽ അഡ്മിനിസ്ട്രേഷൻ നോക്കിയിരുന്നത് ബ്രാഹ്മണാസ്. അവർക്ക് വേദിക് സിസ്റ്റംസും വേദിക് ആൻഡ് നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ബ്രാഹ്മണാസും ജൈന മതത്തിലും ഉള്ള പ്രാക്ടീസ് എങ്ങനെയായാലും അവരുടെ വർക്ക് അതായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വർണ്ണാസ് ആണ്. ഈ വർണ്ണാസ് എന്ന് പറയുമ്പോൾ ഓരോ വർണ്ണം ഉണ്ടാകുന്നത് തന്നെ ഓരോ വർക്കിൽ നിന്നാണ്. ഗ്രാമിണി, കുടുംബി, മഹാത്ര ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ നിന്നാണ് ഈ ഈ ഓരോ വർണ്ണങ്ങൾ ഉണ്ടാവുന്നത് അവനവന്റെ ജോലിയിൽ നിന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ കൃഷി, കർഷക, കിനാസ് എന്നൊക്കെ പറയുന്നത് ഈ കർഷകന്മാരെ ഉദ്ദേശിച്ചാണ്. ഇത് കൂടാണ്ട് നമ്മൾക്ക് വേറൊരു ഗ്രൂപ്പ് ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്, ക്രാഫ്റ്റ്സ് പ്രൊഡക്ഷൻ. അതായത് ബാസ്ക്കറ്റ് മേക്കിംഗ്, ടൂൾ മേക്കിംഗ്, എർത്തൺ പോട്ട്സ്, ഗോൾഡ്, സിൽവർ പ്രോജക്ട്സ്. ഇതൊക്കെ ഒരു കൗശല വിധത്തിൽ അവര് ട്രേഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റും സിൽക്ക് പട്ടുവസ്ത്രം ചെയ്യുക, നൂൽ വസ്ത്രം ചെയ്യുക. അപ്പൊ ഗ്രാമീണ കലയെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള വർണ്ണങ്ങളും അതിനെ ഏത് ജോലിയാണോ താൻ ചെയ്യുന്നത് അതിനെ അനുസരിച്ചിട്ടുള്ള വർണ്ണങ്ങളായിട്ടാണ് നഗരഹ്രസ്തി എന്ന് പറയുന്ന ഒരു വിധത്തില് ഇതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മളുടെ സീൽസിൽ കൂടിയും ലിറ്ററലായിട്ടുള്ള പീരീഡ്സിൽ കൂടി ഇതിനെ പറ്റിയൊക്കെ മർച്ചന്റ് ഓരോ കച്ചവടക്കാർ വന്നു പോകുന്നതും അവരുടെ ഓർഗനൈസേഷൻസും ഗിൽഡിലും അവരുടെ ശ്രീനി അല്ലെങ്കിൽ ഗ്രൂപ്പിലും അവരുടെ പ്രശ്നങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നതിന് ശ്രീനി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ കൂടിയാണ്. എന്തൊക്കെ നമുക്ക് ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ കുടുംബശ്രീ എന്നുള്ളത് ലെവല്. അപ്പൊ ഓരോ പ്രശ്നങ്ങളും അവരുടെ ക്രാഫ്റ്റിന്റെ
എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനും ഒരുമിച്ച് ഇരുന്ന് ഇതിനെപ്പറ്റി ഒക്കെ ഇങ്ങനെ ഒരു ധർമ്മശാസ്ത്രാസ് എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണാസിന്റെ പീരീഡിലെ പുസ്തകങ്ങൾ വഴിയും ക്ഷത്രിയാസ്, ഈ 4 കാറ്റഗറി ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആർ ഇങ്ങനെ വരുന്നത് ജാതിയുടെ കേസിൽ വരുന്നത് ഈ സുവർണ ഗ്രൂപ്പ്, അതായത് ഗോൾഡ് സ്മിത്ത്, കുംഭകാരാസ്, പോട്ടേഴ്സ്, ഇങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻസ് വഴിയും ഇവര് കമേഴ്സ്യൽ ആക്ടിവിറ്റീസിനെ പറ്റി നടത്തിക്കൊണ്ടു പോയിരുന്നു എന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായവും. അതേവഴി അവരുടെ കാര്യങ്ങൾ പ്രൊഡക്ഷൻസും രാജാവ് വേണ്ട വിധത്തിൽ സഹായിച്ചിരുന്നു എന്നുള്ളതും കൂടിയാണ് ഈ ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നത്. കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോൾഡൻ ഏജ് എന്നാണ് നമ്മൾ കൾച്ചറിനെ ഗുപ്ത പീരീഡിനെ സംബോധിക്കുന്നത്. കാരണം അത്രയും കറക്റ്റായിട്ട് അവർ ചെയ്തു കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് പരാമർശിച്ചു വന്നിട്ടുള്ളതും. എന്നതിന് ശേഷവും ആ ക്ലാസിക്കൽ ആയിട്ടുള്ള സാൻസ്ക്രിറ്റിനെ അവർ ഇംപ്രൂവ്മെന്റ് ചെയ്തു, ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി. അവര് നല്ല വിധത്തിൽ രാമായണ മഹാഭാരതമൊക്കെ എഴുതി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. ഇതിന്റെ കൂടെ സൊസൈറ്റി ലൈഫും ഈ നന്ദി, നമസ്കാരം.